എനിക്കൊരു നിധി കിട്ടണം എന്നാണ് ശിവനെ ധ്യാനിച്ച ആൾ തപസ് ചെയ്തിട്ട്. അപ്പോ ശിവൻ പല രൂപത്തിലും വന്നിട്ട് അദ്ദേഹത്തിന്റെ തപസ് ഇളക്കാൻ നോക്കി. ഇദ്ദേഹം തപസ് ഇളക്കി പോണെങ്കിൽ പോട്ടെ, അങ്ങനെ പെട്ടെന്നൊക്കെ കൊടുക്കോ? വരം ഇല്ല. അങ്ങനെ ഒരു കാരണവശാലും ഇദ്ദേഹത്തിന്റെ തപസ് ഇളക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പൊ പാർവതി പറഞ്ഞു, കുറെ നാളായില്ലേ പാവം ഈ ഒരു നിധിക്ക് വേണ്ടി തപസ് ചെയ്യുന്നു, നിങ്ങൾ പോയിട്ട് അത് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ശിവൻ പറഞ്ഞു, എന്നാൽ ഞാൻ പോയിട്ട് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ചെന്നു. അപ്പൊ കൊടുക്കുമ്പോ വെറുതെ കൊടുക്കാൻ പറ്റില്ല, ഒരു ഉപാധി വെച്ചു ശിവൻ. എന്താണ്? ഞാൻ നിന്റെ മുന്നില് നിധി പ്രത്യക്ഷപ്പെടുത്താം, പക്ഷെ എന്ത് ചെയ്യണം? കണ്ണടയ്ക്കാതെ നടക്കണം. അതായത് കണ്ണടയ്ക്കാതെ നടക്കണം, നിന്റെ മുന്നിൽ നിധി പ്രത്യക്ഷപ്പെടും. ആള് പറഞ്ഞു, ഈ കൊടുങ്കാറ്റ്, പേമാരി, ആന, കുതിര ഇതൊക്കെ വന്നിട്ട് ഞാൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ ഈ കണ്ണടയ്ക്കാതെ നടക്കുന്നത് എനിക്ക് ഈ ഒരു ചെറിയൊരു കാര്യമാണ്. ആരോട് പറഞ്ഞു? ശിവനോട് പറഞ്ഞു. അപ്പൊ ശിവൻ പറഞ്ഞു, ഓക്കെ, അത് നിന്റെ ഇഷ്ടം. നീ കണ്ണടയ്ക്കാതെ നടന്നാൽ നിന്റെ മുന്നിൽ നിധി പ്രത്യക്ഷപ്പെടുത്തും. അങ്ങനെ ശിവൻ അനുഗ്രഹം കൊടുത്ത് ശിവൻ പോയി. ലാസ്റ്റ് ഇദ്ദേഹം കണ്ണ് തുറന്ന് നടക്കാൻ തുടങ്ങി. നടന്ന് നല്ല വെയിലുള്ള സ്ഥലത്തോടെ നടന്നു പോയി. അങ്ങനെ ശിവൻ അപ്രത്യക്ഷമായല്ലോ. കരണ്ടൊന്നും വേണ്ട. ഇതിന്റെ ഇടയ്ക്ക് പോയിന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ കഥേര സാറായിട്ടാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നോക്കൂ അങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. നല്ല വെയില്, ഈ വേർപ്പൊക്കെ കണ്ണിലേക്ക് ഒലിച്ചു തുടങ്ങിയപ്പോൾ നമ്മള് ഒരു നിമിഷം കണ്ണടച്ച് ശിവനുണ്ട് അറിയാം. ആള് കൈലാസത്തിലല്ലേ ഇരിക്കുന്നത്. ആള് പറയാൻ പോണ്ട. ആളിപ്പോ നോക്കിയപ്പോ ശിവനൊന്നും കാണാനില്ല. ആളൊന്നും കാണില്ലല്ലോ. നമ്മളിപ്പോ ഒരു നേരം ഒരു ചെറിയ ചിമ്മൽ കണ്ണടച്ചെന്ന് വെച്ചിട്ട് എന്നിട്ടിപ്പോ ആള് പറയാം, കണ്ണാണെങ്കിൽ ഭയങ്കര വേദന എടുത്തിട്ട് വലിയ വേർപ്പൊഴുകുന്നു. ഇതെല്ലാം ചിന്തിച്ചു വന്നാൽ കുറച്ചു നേരം കണ്ണടച്ച് ഒരു കുറച്ചു ദൂരം കണ്ണടച്ച് നടന്നു. പിന്നെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ കണ്ണ് തുറന്നു നടന്നു. എന്നിട്ട് നിധി കണ്ടെത്താനായില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നിധി എപ്പോഴാ അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് അറിയാം. ആ കണ്ണടച്ച സമയത്ത് നിധി കുംഭം അവിടെ വെച്ചു. അതുകൊണ്ട് 5 മിനിറ്റ് കറണ്ട് പോയിന്ന് നിങ്ങൾ കരുതിയിട്ട് ഈ ഇവിടുന്ന് എനിക്ക് പോയി കഴിഞ്ഞാൽ ആ നിധി കുംഭമാണ് നിങ്ങൾ തവച്ച് വെച്ച് പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ശിവൻ അത് കേട്ടു, ദൈവം അത് കേട്ടു. എന്താണ്? നമ്മുടെ മനസ്സ് എന്താണ്? ശിവനായിട്ടും അള്ളാഹായിട്ടും എന്താണ് ക്രിസ്ത്യൻസ് യേശുദേവനായിട്ടും അല്ലെ, ആരാണോ നമ്മൾ അങ്ങനെ മനസ്സിൽ കരുതുന്നത് ആ ഈശ്വരൻ അത് കേട്ടു. കറണ്ട് വന്നു. ഈശ്വരന് മനസ്സിലായി, ഇനി ഇവിടുന്ന് ഒരു കുഞ്ഞു പോലും ഞാൻ എത്ര കറണ്ട് കളഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പോകാൻ പോകില്ല, ഞാൻ തോൽക്കുള്ളൂ. ലാസ്റ്റ് ആള് തോറ്റു. നമുക്ക് കറണ്ട് വന്നു. കൈയടിച്ചോ. അതുകൊണ്ട് ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്ക് ആരോഗ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് ആരോഗ്യം വേണ്ടോ. അപ്പൊ ആരോഗ്യമുള്ളവനും ആരോഗ്യം ഇല്ലാത്തവനും പൈസ വേണ്ടേ? ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ആരോഗ്യം വേണം. അപ്പോഴാണ് ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുള്ളൂ. പക്ഷെ ആരോഗ്യം ഉള്ളപ്പോഴും ആരോഗ്യം ഇല്ലാത്തപ്പോഴും പൈസ വേണം. ഇത് ഏതെങ്കിലും സമയത്ത് വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടാ? ആരുമില്ല. അതുകൊണ്ട് നോക്കൂ, എങ്ങനെയാണ് അസുഖം